അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ടീൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. എനിക്ക് ലൈസൻസ് കിട്ടിയ പിന്നെ നമ്മൾ പുറത്തു പോയതാണ്. അലൈൻ ഗിഫ്റ്റ് മാർക്കറ്റിലും വഹീദിലുമാണ് പോയത്. അപ്പോൾ അവർക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാൻ ലൈനിങ് ഒക്കെ മേടിക്കാനുണ്ടായി, അങ്ങനെ പോയതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇവിടെ നല്ല ലൈനിങ് തുണിയൊക്കെ കിട്ടും. ഇവിടെ നിന്നാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം വാങ്ങാറ്. അതേപോലെ ഡ്രസ്സിനൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ലൈസ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വഹീദിലെ പർച്ചേസിങ് കഴിഞ്ഞു. പിന്നെ അലൈൻ ഗിഫ്റ്റ് മാർക്കറ്റിൽ വന്നു. അവിടെ കുറേ കണ്ടെയ്നേഴ്സും സ്റ്റോറേജ് ബോക്സുകളും പിന്നെ ഫ്രിഡ്ജില് ഓർഗനൈസർ ഒക്കെ ഉണ്ടായിരുന്നു. ഓർഗനൈസർ മേളുണ്ട്, മേള് നോക്കും. നോക്ക്, ഇങ്ങനത്തെയൊക്കെ പാത്രം നാട്ടിലൊക്കെ പോയി. ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നാട്ടിലൊക്കെ ഒരു വലുപ്പം അനുസരിച്ചല്ലേ കാശ്. നാട്ടില് പാല് കറന്നിട്ട് ഒഴിച്ചു വെക്കുന്ന കണ്ടെയ്നർ ഒക്കെ കണ്ടുകൂടെ. ഞാനും വെച്ചിട്ടുണ്ട് വീട്ടിൽ. അതില് ചപ്പാത്തിയുടെ ഒന്നും എടുത്ത് കാണിച്ചു. അത് തന്നെ എന്നാലും ആ ചപ്പാത്തി പരത്താനുള്ള റൗണ്ട് കാണണ്ടല്ലോ അതിൽ. റമദാൻ ടൈമിംഗ് ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ സ്പൂണുകളുടെ ഒക്കെ പലതരം മോഡൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയെടുക്കണം നല്ലത് ഏതാണ്. പിന്നെ വൈറ്റ് കളറിലെ സെറാമിക്കിന്റെ കുറെ ഡിസൈൻസ്, ഡിന്നർ സെറ്റ് പോലത്തെ പീസുകൾ ഉണ്ടായിരുന്നു. നോക്ക്, ഈ ജഗ് കൊള്ളാം. ഈ പാത്രങ്ങള് ഇതൊക്കെ കുറെ ഇങ്ങനെ വ്ളോഗുകാരിടണം. ഈ പാത്രങ്ങളൊക്കെ മൺചട്ടിയിലെ ചായ നല്ലതാണ്. എല്ലാവരും വാങ്ങിച്ച് കുടിക്കുന്നതാണ്. ഇതൊക്കെ നല്ലതാ. നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടും അത് തുറന്ന് കാണിച്ചില്ല കേട്ടോ. അത് ഇട്ടോണ്ട് എന്നാ വേണ്ട, അവൻ്റെ കൊടുക്കുന്നു. നോക്കട്ടെ നോക്കട്ടെ, കൊള്ളാട്ടാ. നോക്ക്, അത്തറ് തിരിച്ചു വെക്കുമ്പോ താഴത്തോട്ട് വീണ് പോയാ. വീഡിയോ നോക്കിട്ടെ. ദിയ ബിരിയാണി ഇടാൻ. ബിരിയാണി ഒന്ന് എടുത്തു കൊടുത്തേ. റേറ്റ് 2,100. ഇത് മൂടിയും ഉണ്ടല്ലോ. അത് വാങ്ങിച്ചാൽ പിന്നെ മൂടിയില്ല. ഞാനും വിജിയും ഹീനയും കൂടിയാണ് പോയത്. ഹീനയുടെ മോനും ഉണ്ടായി. ഞങ്ങൾ പെട്ടെന്ന് പോയി വന്നു. 1 hour 2 hourനുള്ളിൽ വന്നു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗിന്റെ വിശേഷങ്ങൾ. നല്ല കളർഫുൾ ആയിരിക്കും. നല്ല ഭംഗിയാണ്. നാട്ടിൽ കൊണ്ട് വെക്കണം. നാട്ടിൽ ഭയങ്കര വില. അത് ഈ റോഡ് സൈഡ് നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് എല്ലാവരും പോകണം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവിടെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അധികം ചൂടൊന്നുമില്ല. നാട്ടിൽ ഭയങ്കര ചൂടാന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ തരണം ചെയ്ത് നോമ്പൊക്കെ പിടിച്ച് തീർക്കാനുള്ള ശക്തി കൊടുക്കട്ടെ പഠിച്ചവൻ. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.